ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ അപ്പോസ്തോലിക് മീഡിയ എന്ന ഈ പ്രോഗ്രാമിൽ കൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം, ഞാൻ നിൻ്റെ രക്ഷയാകുന്നുവെന്ന് എൻ്റെ പ്രാണനോട് പറയണമേ എന്ന് ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്. അത് സങ്കീർത്തനങ്ങൾ 35:3 അവസാന ഭാഗമാണ്. എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്? അനേക ചതിയന്മാരായ ശത്രുക്കൾ തനിക്കെതിരായി അനേക ദോഷങ്ങൾ ചെയ്തു ദാവീദിനെ കഷ്ടത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നാം പലയിടത്തും വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിൽ ആശ്രയം തേടി ദാവീദ് പറയുകയാണ്, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? കാരണം ഒരാശ്വാസത്തിൻ്റെ വാക്ക്, ഒരു സഹായം കർത്താവിൽ നിന്നും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. അതായത് എൻ്റെ മനസ്സിനൊരാശ്വാസമാകത്തക്കവണ്ണം കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്നാണ് ദാവീദ് യാചിക്കുന്നത്. നീ എൻ്റെ രക്ഷയാകുന്നു, യഹോവേ നീ എൻ്റെ രക്ഷയാകുന്നെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞ് എനിക്കൊരാശ്വാസം തായിപ്പോഴ് എന്നാണ് ദാവീദ് പറയുന്നത്. നമുക്ക് പലപ്പോഴും കഷ്ടങ്ങൾ നേരിടുമ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് നാം ഇതെങ്ങനെയൊന്ന് ഇതിൽ നിന്നും കരകയറും, എന്താണ് ഇതിനൊരു പരിഹാരം എന്നൊക്കെ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ നാം അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവമേ എനിക്ക് ആലോചന പറഞ്ഞു തരണേ, നീ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, ഇതിനെന്താണൊരു മാർഗം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചില നല്ല ചിന്തകളെ നമ്മുടെ മനസ്സിൽ തരികയും നാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മോട് കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ നമ്മോട് സംസാരിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ദാവീദ് ആഗ്രഹിച്ചത്. എൻ്റെ പ്രാണനോട് നീ ഒന്ന് പറയണമേ. പ്രാണൻ എന്ന് വെച്ചാൽ എൻ്റെ ചിന്തയോട്, എൻ്റെ ബുദ്ധിയോട് നീ ഒന്ന് സംസാരിക്കണമേ, എൻ്റെ വികാരങ്ങളോട് നീ ഒന്ന് സംസാരിക്കണമേ കർത്താവേ എന്നാണ് ദാവീദ് ഇവിടെ അപേക്ഷിക്കുന്നത്. എൻ്റെ പ്രാണനോട് നീയാണ് എൻ്റെ രക്ഷയെന്ന് ഒന്ന് പറഞ്ഞു തരണമേ. കാരണം നിന്നിൽ സകലവും നന്മ, നിന്നിൽ നിന്ന് മാത്രമേ എനിക്ക് നന്മ ലഭിക്കുകയുള്ളൂ, നിൻ്റെ ആലോചനയാൽ ഞാൻ ബലം പ്രാപിക്കുന്നു എന്നുള്ള കാര്യമാണ് ദാവീദ് ഇവിടെ പറയുന്നത്. നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു ബാലനെ തൻ്റെ അപ്പന് സൗഖ്യത്തിനായിട്ട് കൊണ്ടുവരുന്നു. അവൻ ഭൂതബാധിതനായ ഒരു കുഞ്ഞാണ്. അവനെ സൗഖ്യമാക്കാനായിട്ട്. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടൊന്നും സാധ്യമായില്ല. കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് ആ അപ്പൻ കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യം. അപ്പം നീ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ സാഹചര്യത്തിലേക്കല്ല നീ നോക്കേണ്ടത്, നീ എൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് പറഞ്ഞ് കർത്താവ് ആ ബാലനെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരു സാഹചര്യമാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നത്. എന്താണ്? പത്രോസ് തിരമാലകളിലേക്ക് നടക്കാൻ തുടങ്ങി. കർത്താവേ നീ ആണെങ്കിൽ ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു വാ. അപ്പം നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ചുറ്റുമുള്ള ഓളങ്ങളിലേക്ക്, തിരമാലകളിലേക്ക് നോക്കിയപ്പം ആകെപ്പാടെ പേടിച്ചു പോയി. അപ്പോൾ ആ പേടിച്ച സമയത്ത് പത്രോസ് അപ്പോസ്തലൻ മുങ്ങാൻ തുടങ്ങുകയാണ്. ഓ കർത്താവെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ കർത്താവ് എന്തുവാ പറയുന്നത്? അവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നീ തിരമാലകളിലേക്കല്ല നോക്കേണ്ടത്, നീ എൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് വിടുതലുണ്ട്, നിനക്ക് രക്ഷയുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിലും പല സാഹചര്യങ്ങളിലും നമ്മൾ വളരെ അങ്കലാപ്പോടുകൂടെ ചിന്തിക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ദൈവത്തിന് മാത്രമേ ഒരു പരിഹാരം തരാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായും വിടുതലയക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യമുള്ളത്, ദൈവഹിതത്തിന് നമ്മളുടെ ആ പ്രശ്നങ്ങളെ വിട്ടുകൊടുക്കുകയും കൂടെ വേണം. അപ്പോഴാണ് ദൈവഹിതപ്രകാരം കർത്താവ് നമുക്ക് നന്മ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നമുക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമേ, നിൻ്റെ വിചാരങ്ങൾ എനിക്ക് വേണ്ടിയുള്ളത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ അറിയുന്നുവെന്ന് രമ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്? കർത്താവിൽ സമർപ്പിച്ച്, നമ്മളെ തന്നെ സമർപ്പിച്ച്, നമ്മളുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ചിന്തകളെ കർത്താവിൽ സമർപ്പിച്ച് വിശ്വസിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒരു ജയജീവിതം നമുക്കുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ജയജീവിതത്തിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. you